പ്രിയമുള്ളവരെ, നമ്മൾ മസിനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള ഒരു ചെറിയൊരു യാത്രയിലേക്കാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ വഴിയെ പറയുന്നത്. ഇന്നത്തെ പ്ലാൻ എന്താണ്? ഇന്നത്തെ പ്ലാൻ നമ്മളിപ്പോൾ ഇവിടുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ അതിന് നമ്മൾ അടുത്തത് തേയില ഗാർഡനിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഗൈഡ് നമ്മൾ നെക്സ്റ്റ് സന്ധ്യ എവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തേയില ഗാർഡൻ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഊട്ടിയിലെ രാവിലെ ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ഊട്ടി ഗാർഡനിലേക്ക് സഞ്ചരിക്കുകയാണ്. നമ്മുടെ ടീം അംഗങ്ങളൊക്കെ ഇങ്ങനെ റെഡിയായി. നമ്മുടെ ബസ് അവിടെയായി. ഏകദേശം ഒരു ഇപ്പോൾ നമ്മൾ ടൈം 8:10 ഏകദേശം ഒരു 9:30 കൂടി നമ്മൾ ഊട്ടി ഗാർഡനിൽ എത്തിയിട്ട് മനോഹരമായ ആ ഒരു ഊട്ടിയുടെ സൗന്ദര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണാൻ വേണ്ടി പോകുന്നത് ടീ ഫാക്ടറിയാണ്. അത് കഴിഞ്ഞിട്ട് റോസ് ഗാർഡൻ. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് എത്തേണ്ട സ്ഥലം പറയാം. ഓക്കെ, ടിക്കറ്റ് എടുക്കുന്നു, അകത്ത് കയറുന്നു. അകത്ത് കയറി എങ്ങനെയാണ് ചായപ്പൊടി ഉണ്ടാക്കുന്നത് എന്നൊക്കെ കണ്ട് താഴെ ഇറങ്ങുമ്പോൾ ചെറിയൊരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ കാണുമത്. താഴെ എത്തിയ ഒരു ചായ ഫ്രീ ഉണ്ടാവുമല്ലോ. ആരെ ആ ചായ കുടിച്ച് നമ്മൾ ചായപ്പൊടി വാങ്ങി, അതിനപ്പുറത്ത് ചോക്ലേറ്റ് വേണമെങ്കിൽ വാങ്ങിട്ട് ചായപ്പൊടി വാങ്ങി, ചോക്ലേറ്റ് വാങ്ങി. അവിടെ നമ്മൾ കണ്ടോണ്ട് എങ്ങനെയാ നമ്മൾ മുമ്പ് ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് ആണ്, നമ്മൾ മുമ്പ് ഉണ്ടാക്കുന്ന ചായപ്പൊടിയാണ്. അത് വാങ്ങി പുറത്തിറങ്ങി കുറച്ച് സമയം പിടിക്കല്ലേ. ഇതിപ്പോ 9:30 10 ആളുപാടി എത്തുമ്പോൾ
അത് കഴിഞ്ഞ് നമ്മൾ റോസ് ഗാർഡൻ കൂടെ ചെയ്യുന്നു. റോസ് ഗാർഡൻ കൂടെ ആകുമ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിച്ചതിന് ശേഷം ഇന്നത്തേത് വൈകുന്നേരം ലൈക്ക് ആദ്യം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ കാണാത്ത സ്ഥലത്തും കർണാടക ഗാർഡൻ കണ്ടിട്ടില്ല, ആരും കണ്ടാലുണ്ടാവില്ല. അടുത്ത ഊട്ടിയിലെ ഏറ്റവും നല്ല ഗാർഡൻ പോകുന്ന കർണാടക ഗാർഡനാണ്. അത് വൈകുന്നേരം പോകുന്ന എന്താന്ന് പറഞ്ഞാൽ ഈ ഇടക്ക് വന്നപ്പോൾ അവിടെ ലൈറ്റ് ഷോ ഉണ്ട്. അത് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഉണ്ടെങ്കിൽ വൈകുന്നേരം ആയിരിക്കുമല്ലോ, അതുകൊണ്ട് അവിടത്തേക്ക് വൈകുന്നേരം പിടിക്കുന്നു. ഉറപ്പില്ല അവിടെ ആയിരുന്നു. നാളെ വന്നപ്പോഴും അതിന്റെ പണി ഫിനിഷ് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. കുറച്ച് സമയം കൂടുതലെടുത്ത് കാണേണ്ട സ്ഥലമാണത്. ഇതാണ് ഇന്നത്തെ പ്ലാൻ. വൈകുന്നേരം നമ്മൾ പരമാവധി റൂമിലെത്തുക. റൂമിലെത്തി മധുപകരു മലർച്ചൊരിയോ അനുരാഗ പൗർണമിയേ മായല്ലേ മറയല്ലേ നീല നിലാമലരേ. ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തത് വേറെ ആർക്കല്ല, നമ്മുടെ പ്രിയപ്പെട്ട വിജിത് കുഞ്ഞിമംഗലത്തിനും അതുല്യക്കുമാണ് മാത്രാണ് എപ്പോഴും പുറകോട്ട് പോകുന്നത്. പക്ഷെ ആള് സുന്ദരനായിട്ടാ വന്നത്. കാരണവശാലും 9:15 എല്ലാവർക്കും ടിക്കറ്റ് എല്ലാവരുടെ കയ്യിലേക്ക് ഞാൻ തരും. അത് വെച്ച് കയറാം. നമ്മള് കുറച്ച് നേരത്തെ പോയാലും അവിടുന്ന് കുറച്ച് നമുക്ക് പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു സാവകാശം കൂടി കിട്ടും. അപ്പൊ അത് വൈകുന്നേരം കൃത്യമായിട്ട് ഭാസ്കരേട്ടൻ നമുക്ക് നിർദ്ദേശം തരും. എത്രയും നേരത്തെ നമ്മള് സ്റ്റേഷനിൽ എത്തുന്ന 9:15 ട്രെയിൻ കൃത്യസമയത്ത് തന്നെ പോകും. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മൾ അവിടെ എത്തിയാലും മാത്രമേ ഒരു 8:30 നമുക്ക് അടുത്തുന്നുണ്ടെങ്കിൽ കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഊട്ടിയുടെ സുന്ദരമായ സ്ഥലത്ത് ഈ ഫാക്ടറി പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഊട്ടിയിലെ ടീ ഫാക്ടറി എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ ഊട്ടിയിലാണ്. ഊട്ടി യാത്ര അല്ലേ? ഊട്ടിയുടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനാണ് എല്ലാ മലയാളികളും പക്ഷെ അതെ കുപ്പായ അടിപൊളി കുപ്പായാണ്. വളരെ സെലക്ഷൻ, അടിപൊളി 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 സെലക്ഷനാണ്. ഒരു വരയം കുതിരി എന്റെ തോല് പോലെ ഉണ്ട്.
ആ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഊട്ടിയിലെ ഹയസ്റ്റ് ടീ ഫാക്ടറിയിലാണ് എത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും ഇതിൻ്റെ വർഷത്തെ പഴക്കമുള്ള ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ തേയിലയുടെ ടീയുടെ പ്രോസസ്സിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ വിപണനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഹയസ്റ്റ് ടീ ഫാക്ടറിയിലാണ് ഊട്ടിയിലെ. അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എൻട്രി തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് സ്കാൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ടിക്കറ്റ് ഒക്കെ എടുക്കേണ്ടത്. ഒരാൾക്ക് 20 രൂപ മാത്രമാണ് ഇവിടെ ചാർജ് ഉള്ളത്. കേരളത്തെക്കാട്ടും റേറ്റ് കുറവാണല്ലേ? റേറ്റ് കുറവാണ്. മാത്രമല്ല വളരെ നല്ല തേയിലയും ചോക്ലേറ്റ് ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്ന കാണാൻ ടേസ്റ്റ് ചെയ്യാനൊക്കെ ഇവർ തരും. അത് മാത്രമല്ല ഇതിനോടനുബന്ധിച്ചിട്ട് നല്ല അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ കൂട്ടി വരാൻ അതുപോലെ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവരും ഇതിലൊക്കെ ചെയ്യാം. അപ്പോൾ ആ ഉള്ളിലൊക്കെ കാഴ്ച എന്നിരുന്നാലും നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അല്ലേ, ഏകദേശം പരിസരത്തൊക്കെ നല്ല തേയിലയുടെ മണമാണ്. പക്ഷെ അതൊരു പച്ച തേയിലയാണ്. അതിന്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് അതിന് തന്നെ അതുകൊണ്ട് തന്നെ വളരെ ഒരു പച്ചയായ ഒരു മണം കൂടി നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അല്ല, തേയിലയുടെ ആ സ്മെല്ലാണ് അല്ലേ തൊട്ടടുത്ത് തന്നെ നല്ല രീതിയിൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നല്ല സ്മെൽ. barbecues and palm trees vibe real tight. Retro beats bump beneath the moon tonight. Cali breeze blowing, let the funk take the floor. Some so smooth, leave them shouting for more. So grand, ayo, West Coast, where the sun sets gold. Cruising past the waves, feel that rhythm unfold. Beach fronts to backyard, parties in sight. Under neon skies that light up the night. Yo, hit the boulevard, hit a tire screech. Soundtrack of the streets with that funkin' reach. Got my shades on, keeping it classy, not fast. Rolling like a 79. We're built to outlast. Ayo, West Coast, let's നമ്മൾ 20 രൂപ ടിക്കറ്റ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല കേട്ടോ. ഒരു അടിപൊളി ചായ നമുക്ക് തരുന്നുണ്ട്. നാച്ചുറൽ, ഇവർക്ക് തന്നെ തേയില കൊണ്ടുണ്ടാക്കിയ ഒരു അടിപൊളി ചായ. ഹലോ ഗൈസ്, എങ്ങനെയുണ്ട് നമ്മുടെ ചായ? അടിപൊളി അടിപൊളി ചായ. ചായയിൽ എന്തൊക്കെ വേറെ എന്തൊക്കെയുണ്ട്? നല്ല അടിപൊളി, നല്ല ടേസ്റ്റ്. രാജേഷ് സാർ, ചായയിൽ എന്തെങ്കിലും രുചി വ്യത്യാസമുണ്ടോ? പാലിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ? ഏലക്ക അല്ല. മേഡം, ചായ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായി. മധുരമൊക്കെ കറക്റ്റല്ലേ?